എൻ്റെ ഈ ആർട്ടിസ്റ്റിക് എനർജി എന്ന് പറയുന്നത് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മൂത്ത മോള് ജനിച്ച സമയത്താണ് എനിക്ക് സിൽവർ ജ്വല്ലറിയെ പറ്റി ഞാൻ അറിയാനും വായിക്കാനും ഒക്കെ ഇടയായത്, കൂടുതൽ ആഴത്തിൽ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഇടയായത്. ഹെറിറ്റേജ് ജ്വല്ലറി അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് ചെറിയൊരു സംരംഭം പോലെ ഞാനും എൻ്റെ അമ്മയും കൂടെ സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പല ടൈപ്സ് ഓഫ് ജ്വല്ലറി, ഓരോ ജ്വല്ലറിക്ക് പീസിനും ഓരോ പേരൊക്കെ ഉണ്ട്. പല ടൈപ്സ് ഓഫ് ജ്വല്ലറിയെ പറ്റി ഇങ്ങനെ അറിഞ്ഞ് വന്നു. എനിക്ക് അതിലോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി, അത് കളക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ കോവിഡിൻ്റെ സമയമായപ്പോഴത്തേക്കും കുറച്ച് വീവർ കമ്മ്യൂണിറ്റീസ്, ബിക്കോസ് കോവിഡ്, ഇഫ് യു റിമെമ്പർ, നമ്മുടെ ഫെസ്റ്റീവ് സീസൺ തുടങ്ങുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പം അത് പ്രതീക്ഷിച്ച് ഒരുപാട് വീവേഴ്സ് അവരുടെ സ്റ്റോക്കൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ അവർക്കത് സെൽ ഓഫ് ചെയ്യാനുള്ളൊരു വഴിയില്ലാതെ വന്നപ്പോഴത്തേക്കും ബിസിനസ്സിലൊക്കെ ആക്റ്റീവായിട്ട്, മറ്റ് ബിസിനസ്സുകളിലും ഒക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് അവർ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെയാണ് സാരീസിൽ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. സാരീസിനെ പറ്റി എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയുടെ 10 ഇരട്ടിയുണ്ട് സാരി വായിക്കാനായിട്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ തനതായ വീവുണ്ട്. ഒരു സ്റ്റേറ്റിന് തന്നെ ഒരുപാട് വീവുകളുണ്ട്, ഓരോ റീജിയനെയും ബേസ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഹെറിറ്റേജ് വീവ്സും മ്യൂസിയം റിവൈവൽസും ഒക്കെ ക്യൂറേറ്റ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, കൂട്ടത്തിൽ സിൽവർ ജ്വല്ലറി.